ഷാജിദ് ഖാൻ, കണ്ടിട്ടില്ല. ഇത് വളരെ വിദഗ്ധമായ രീതിയിൽ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമായ താല്പര്യം ഇരു കൂട്ടർക്കുമുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. നമ്മുടെ സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലർ ഇല്ലാതായിട്ട് ഒരു വർഷം, 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ്, 2022 ഒക്ടോബറിലാണ് മഹാദേവൻ പിള്ള അവിടെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും പോകുന്നത്. അതിനുശേഷം നമുക്കുള്ളൊരു താൽക്കാലിക വിസിയാണ്. ഇപ്പോൾ എല്ലാം പരസ്പരം ഏറ്റുമുട്ടലിലെത്തുന്നു. ചാൻസലർ പ്രോ ചാൻസലറെ ക്രിമിനൽ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നു. സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനം അവതാളത്തിലാവുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് ഈ ഒരു പ്രതിസന്ധിക്ക് ഉത്തരവാദി? അരുണെ, ഒന്നാമതായിട്ട് പറയട്ടെ, സർവകലാശാലകൾ സ്വതന്ത്രമായ സ്ഥാപനങ്ങളാണ്. അതിൻ്റെ സ്വയംഭരണാവകാശം, അത് അക്കാദമിക രംഗത്തുള്ള ആളുകൾ, എലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾ, അവരാണ് സർവകലാശാലകളുടെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. വൈസ് ചാൻസലറാണ് സർവകലാശാലയുടെ പരമാധികാരി. സെനറ്റിൻ്റെ പരമാധികാരിയും വൈസ് ചാൻസലറാണ്. അതിനകത്തൊരു തർക്കവുമില്ല. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നോമിനി അവരുടെ താല്പര്യപ്രകാരവും സംസ്ഥാന ഗവൺമെൻറ് അവരുടെ താല്പര്യപ്രകാരവും സർവകലാശാലകളുടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനകം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഇത്രയും വഷളായിട്ടുള്ളത്. നമുക്ക് ഏറ്റവും നാണം കെട്ട ലജ്ജാകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ സർവകലാശാലകളെ കൊണ്ട് എത്തിച്ച ഈ രാഷ്ട്രീയമായ ഇടപെടലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ തർക്കങ്ങളിലേക്ക് വന്നാൽ, വിവാദ വിഷയങ്ങളിലേക്ക് വന്നാൽ, ഒരു സെനറ്റ് യോഗം ചേരുന്നു. ആ സെനറ്റ് യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടത് വൈസ് ചാൻസലറാണ് എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാം. ആ സീറ്റിലേക്ക് വേറൊരാൾ കയറിയിരിക്കുന്നു. അത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രി എന്തടിസ്ഥാനത്തിലാണ് ആ വൈസ് ചാൻസലറുടെ കസേരയിൽ കയറിയിരുന്നത്? ആ ചോദ്യത്തിൽ നമ്മൾ ആരംഭിച്ചാൽ, വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇതിന് സാക്ഷാൽ ഗവർണർക്ക് പോലുമോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സർവകലാശാലയുടെ സ്വയംഭരണാവകാശത്തെ മറികടന്നുകൊണ്ട് സെനറ്റിൻ്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാനുള്ള അധികാരമോ അവകാശമോ ഇല്ല എന്നത് നമ്മൾ സുവ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചാൻസലർ ചില കോൺവൊക്കേഷൻ പോലെയുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമാണ് സെനറ്റ് യോഗങ്ങളിൽ അധ്യക്ഷനായിട്ട് വരുന്നത്. അത് അപൂർവമായൊരു സന്ദർഭം മാത്രമാണ്. അതല്ലാതെ സർവകലാശാലയുടെ നയപരമായ ഏതെങ്കിലും ഒരു നടപടിക്രമം, ഒരു നയം തീരുമാനിക്കുന്ന ഒരു യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ വരേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസ മന്ത്രി ആ പ്രദേശത്തെങ്ങും വരാൻ പാടില്ല. പക്ഷേ വന്നു. അത് വളരെ അപമാനകരമാണ്. അത് സർവകലാശാലകളുടെ സ്വയംഭരണാവകാശത്തിന് മേലുള്ള കൈകടത്തിലാണ്. അതിനകത്തൊരു തർക്കവുമില്ല. ഇനി ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു ഏതാനും സമയം നിങ്ങൾ ഷിജു ഖാനുമായി അരുൺ നടത്തിയ സംവാദത്തിൽ വാസ്തവത്തിൽ വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യത്തെ ഇത്രയും കോംപ്ലിക്കേഷൻ എന്തിനുണ്ടാക്കി എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. യൂണിവേഴ്സിറ്റികളിലെ സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ സുവ്യക്തമായ ധാരണയുണ്ട്, വ്യവസ്ഥകളുണ്ട്. നമുക്കെല്ലാവർക്കും പറയാം, വളരെ സിമ്പിളാണ്. സെലക്ഷൻ കമ്മിറ്റി ഫോം ചെയ്യേണ്ടുന്നത് ഒരു UGCയുടെ നോമിനി, ഒരു ചാൻസലർ നോമിനി സാധാരണഗതിയിൽ ഇക്കാലം അത്രയും സംസ്ഥാന ഗവൺമെൻറ്റാണ് ആ നോമിനിയുടെ പേര് നിർദ്ദേശിക്കുന്നത്. ചാൻസലർ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് കീഴ്വഴക്കം. യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രതിനിധി, ഇതാണല്ലോ ഇത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ചാൻസലറാണ്. ഔപചാരികമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ചാൻസലറാണ്. അതിലും തർക്കമില്ല. പക്ഷേ നോമിനി വരണം, സർവകലാശാലയുടെ നോമിനി അതിനകത്ത് നിർബന്ധമായിട്ട് വരണം. UGCയുടെ നോമിനി മാത്രം വന്നാൽ പോരാ. ഇപ്പോൾ ഷിജു ഖാൻ പറയുന്ന പ്രകാരം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. UGCയുടെ 2018 റെഗുലേഷൻ പ്രകാരം ഈ പറയുന്ന UGCയുടെ നോമിനി മാത്രം മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊരു അസംബന്ധമാണത്! അങ്ങനെയല്ല. UGC റെഗുലേഷനിൽ UGCയുടെ പ്രതിനിധിയെ മാത്രമാണ്. ബാക്കിയുള്ള 3 അതിലധികമോ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് റെഗുലേഷൻ വ്യക്തമാക്കുന്നില്ല. അതാണ് ഷിജു ഖാന്റെ വാദം. അതാണ് ഞാൻ പറയുന്നത്. ആ വാദത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് അതൊരു അസംബന്ധമാണ്. കാരണം UGCയുടെ ഒരു പ്രതിനിധിയെ UGCക്ക് നൽകാം. അതിനെപ്പറ്റി UGCയുടെ റെഗുലേഷനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ആക്ട് കൂടെ അനുസരിച്ചാണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയുടെയും സ്റ്റേറ്റിൻ്റെയും ആക്ട് അനുസരിച്ച് യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധി നിർബന്ധമായിട്ടും വേണം. അതല്ലാതെ എങ്ങനെയാണ് വൈസ് ചാൻസലറെ നമ്മൾ കണ്ടെത്തുന്നത്? വൈസ് ചാൻസലറെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അതത് സർവകലാശാല തിരഞ്ഞെടുക്കുന്ന സെനറ്റ് പരമാധികാര സഭ എന്ന നിലയ്ക്ക് സെനറ്റ് എലക്ട് ചെയ്യുന്ന ഒരു പ്രതിനിധി ഉണ്ടാകണം. അതല്ലാതെ UGCയുടെ പ്രതിനിധി മാത്രം വന്ന് അല്ലെങ്കിൽ ചാൻസലർ മാത്രം വെക്കുന്ന ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു വൈസ് ചാൻസലർ നിയമിക്കാൻ പറ്റത്തില്ല.
അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ആ ജനാധിപത്യ പ്രക്രിയ അത് പൂർണ്ണമായി പരിപാലിക്കപ്പെടണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ നോമിനി ഉണ്ടാകണം. അതിനകത്തൊരു തർക്കമില്ല. അവിടെ ഉരുണ്ട് കളിക്കേണ്ട ഒരു കാര്യമില്ല. അത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അത് വ്യക്തമായിട്ട് അങ്ങോട്ട് പറയുക. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ പ്രത്യേക ചുറ്റുപാടിൽ എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടിട്ട് സർവകലാശാലകൾ നോമിനി നൽകേണ്ടതില്ല എന്ന് പറയുന്നു എന്നുള്ളത് അതിൻ്റെ രാഷ്ട്രീയ വശമാണ്. ആ രാഷ്ട്രീയ വശത്തിലേക്ക് നമുക്ക് വരാം. കാരണം അത് കേന്ദ്ര ഗവൺമെന്റ് സർവകലാശാല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഇടവേളയ്ക്ക് ശേഷം ആ വിഷയത്തിൽ കൂടിയാണ് വരുന്നത്. കാരണം നമ്മൾ ഈ സാങ്കേതികമായ നിയമവശങ്ങളിൽ മാത്രം നിന്നാൽ സാധ്യമാവില്ല. അതിൽ കൃത്യമായി നേരത്തെ ഷാജർ ഖാൻ സൂചിപ്പിച്ചതുപോലെ പ്രോ ചാൻസലർ ഇടപെട്ടതിന് പിന്നിൽ രണ്ട് അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ Debate with Arun Kumar.